ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി ന്യൂ ഇയറിലേക്കുള്ള ഒരു യാത്രയായിരുന്നല്ലോ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകളോടുകൂടി. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും എനിവേ ലേറ്റായിട്ടുള്ള ഒരു ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനു മുമ്പ് എല്ലാ രാജ്യങ്ങളിലും ക്രിസ്മസിന് ക്ലൈമറ്റ് എന്തുമായിരിക്കും? വിൻ്റർ ആയിരിക്കും. പക്ഷെ ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ നേരെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ്. ഇപ്പം ഇവിടെ നല്ല സമ്മറിൻ്റെ ടൈമാണ് അല്ലേ, നല്ല ചൂടാണ്. 6:30 ഇപ്പം ഒരു രാവിലെ അല്ല ഉച്ചയ്ക്ക് 1 മണി വെയിൽ പോലത്തെ ഒരു ഫീലാണ്. അതെ നല്ല ഇതൊരു 8 മണി വരെ അല്ലേ, 8 മണി വരെ ഇതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതൊന്നും അല്ല ഇന്ന് നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയക്ക് എങ്ങനെ വരാം, വന്നു കഴിഞ്ഞാൽ ജോബ്, പിന്നെ വിസയെക്കുറിച്ച് അങ്ങനെയുള്ള വീഡിയോസായിരുന്നു കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ഡിപ്പെൻഡൻറ്റിന് ഏതൊക്കെ ജോബ്സ് ആദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ജോലികൾ നമുക്ക് ഇതാണോ, കിട്ടാൻ പ്രയാസമാണോ, അതോ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഡിപ്പെൻഡൻസിന് ചിലപ്പം എഡ്യൂക്കേഷൻ, നമ്മുടെ എന്താ പറയുന്നത്, മാസ്റ്റേഴ്സോ ബാച്ചിലേഴ്സോ ഒക്കെ എഡ്യൂക്കേഷൻ ഉള്ളവരായിരിക്കും. പക്ഷേ വരുന്ന ഏരിയ അനുസരിച്ച് അവർക്ക് ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ കുറേ ജോബ് അവൈലബിൾ ആയിരിക്കും എന്ന് കരുതി നമ്മൾ പഠിച്ച ജോലിയോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയോ കിട്ടണമെന്നില്ല എല്ലാവർക്കും. അപ്പം വെറൈറ്റി ഓഫ് ജോബ്സ് നമ്മൾ എവിടെ പോയാലും അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് വരുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫഷനിൽ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല ജോബ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു നിലനിൽപ്പാണ്, നമുക്കൊരു ജോബ് വേണം. ഇപ്പോൾ റെൻ്റൊക്കെ കൊടുക്കണ്ടില്ലേ, അപ്പോൾ ഒരാളുടെ ഇത് മാത്രം ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫഷൻ നോക്കാതെ ഏത് ജോബ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതെ. നമ്മളിപ്പോൾ ഒരാൾ ഫുൾ ടൈം പോകുമ്പോൾ അടുത്ത ആൾക്ക് ഫുൾ ടൈം പോകാൻ പറ്റത്തില്ല. മാക്സിമം ശ്രമിച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും സപ്പോർട്ടോ നമ്മുടെ പിള്ളേരെ ചൈൽഡ് കെയറിലോ ഒക്കെ വിട്ടാൽ മാത്രമേ രണ്ടുപേർക്കും ഫുൾ ടൈം ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ജോബ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ ഫുൾ ടൈം ജോബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പാർട്ട് ടൈമിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ്വലായിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഏജൻസി ത്രൂവും പോകാൻ പറ്റും. അപ്പം ഈ ക്യാഷ്വൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ട് കമ്മിറ്റഡ് അല്ല. നമുക്ക് തോന്നുമ്പോൾ ജോലിക്ക് പോകാം, നമ്മൾ എപ്പോഴൊക്കെ അവൈലബിൾ ആണോ അപ്പോഴേ മാത്രം നമുക്ക് ജോലിക്ക് പോകാം. അപ്പം നമ്മൾ അവരുമായിട്ട് സിക്ക് ലീവിൻ്റെയോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല, അവരുമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ജോബിന് പോവാം. അവർ എപ്പം ജോലിക്ക് ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ അവൈലബിൾ ആവുന്നു അന്നേരം മാത്രം നമ്മൾ ജോബിന് പോകുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. അപ്പം നമ്മൾ ജോബ് പോയില്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല, ഈവൻ സിക്ക് ലീവ് ഇല്ല, ആനുവൽ ലീവ് ഇല്ല, അങ്ങനത്തെ ആനുകൂല്യങ്ങളൊന്നും കാഷ്വൽ ജോബ്സിനില്ല. അതുപോലെ തന്നെ അത് പറയാം, കാഷ്വൽ പറഞ്ഞപ്പോഴാണ് 3 ടൈപ്പ് ജോബ്സാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. ഒന്ന് നമുക്ക് അറിയാം ഫുൾ ടൈം, 2 പാർട്ട് ടൈം, മൂന്നാമതാണ് കാഷ്വൽ. ഈ പാർട്ട് ടൈമിനും ഫുൾ ടൈമിനുമാണ് ഈ നമ്മുടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഫുൾ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പെർമനന്റ് ആയിട്ടാണെങ്കിൽ ടെമ്പററി പാർട്ട് ടൈമും ഉണ്ട്, പെർമനന്റ് പാർട്ട് ടൈമും ഉണ്ട്, ടെമ്പററി ഫുൾ ടൈമും ഉണ്ട്, പെർമനന്റ് ഫുൾ ടൈമും ആണ്. ഇതിനകത്താണ് ആനുകൂല്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിൻ്റെ ഒക്കെ അനുസരിച്ച് പോകാൻ പറ്റുന്ന ജോബാണ് യൂബർ ഈറ്റ്സ്, അല്ലെങ്കിൽ മെനു ലോഗ്, അല്ലെങ്കിൽ ഡോർ ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ഡോർ ഡെലിവറി ഫുഡ് ഡെലിവറിയാണ് ഇത് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അതിൽ മറ്റ് 2നെക്കാട്ടി കുറച്ചുകൂടി ഇൻകം കൂടുതലെന്ന് പറഞ്ഞാൽ യൂബർ ഈറ്റ്സിനാണ്. ഇതിന് എല്ലാവർക്കും ഈ ഡ്രൈവിങ്ങിന് പോകാൻ പറ്റുമോ, അതോ ഓസ്ട്രേലിയൻ ലൈസൻസ്? അത് നമുക്ക് ഇവിടെ ഇപ്പോൾ UK എന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമുക്ക് UK ലൈസൻസ് നമുക്ക് ഇവിടെ വന്നിട്ട് കൺവേർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം നമുക്കൊരു ഇത് സ്ലിപ്പ് തരും. അത് കഴിഞ്ഞിട്ട് 1-1.5 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പോസ്റ്റൽ വഴി നമ്മുടെ ഫുൾ ലൈസൻസ് കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വേറെ ഒരു റിക്വയർമെൻറ്റ്സും ഇല്ല, നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വേണ്ടത് ഫുൾ ലൈസൻസ്, ഓസ്ട്രേലിയൻ ഫുൾ ലൈസൻസ് ആണ് ഇതിന് വേണ്ടത്. നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ചും പറ്റും, പക്ഷേ അതൊരു കുറച്ച് കാലാവധിക്കുള്ളിൽ നമ്മൾ എന്തായാലും ഓസ്ട്രേലിയൻ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് മാത്രമേ നമുക്ക് പ്രൊഫഷണൽ വെച്ച് നമുക്ക് ചെയ്യാം. പ്രൊഫഷണൽ ലൈസൻസ് വെച്ചും വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം യൂബർ ഈറ്റ്സിൻ്റെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബസ്സൊക്കെ ഓടിക്കാൻ പറ്റുമോ, ബസ് ട്രക്കൊക്കെ? അത് നമുക്ക് ബസ്സൊന്നും ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതിൻ്റെ ഹെവി ലൈസൻസ് ഉണ്ട്. അത് നമ്മളിവിടെ വന്നിട്ട് ഓസ്ട്രേലിയ ഏതെങ്കിലും ഇതിൻ്റെ ഇത് ചേർന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ടെസ്റ്റൊക്കെ പാസ്സായി മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ വന്ന് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പലരുടെയും ചോദ്യമാണ്, ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ,
വണ്ടി ഓടിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ദുബായിൽ നിന്ന് വന്നാലും നമുക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ ടെസ്റ്റ് പാസ്സായാലും മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ ഇത് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവർ ലൈസൻസ് ഉള്ളവർക്ക് നല്ലൊരു ജോബ് ഓപ്ഷൻ ആണ്. നല്ല സാലറി ഉണ്ട്. ഏത് ഏരിയയിൽ പോയാലും ജോബ് അവൈലബിലിറ്റി ഉള്ളവരെന്നാണ് ഫോർക്ക് ലിഫ്റ്റ്. ഇപ്പൊ ന്യൂ സൗത്ത് വെയിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ടഫേ കോഴ്സസ് ഉണ്ട്. അവർ നമുക്ക് ഒരു 3 മാസത്തെ 4 മാസത്തെ ട്രെയിനിങ് നമ്മളത് അറ്റൻഡ് ചെയ്യാമെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോർക്ക് ലിഫ്റ്റ് അവിടെ ഇവിടെ കുറേ വേക്കൻസികളുണ്ട്. ഫോർക്ക് ലിസ്റ്റ് ഡ്രൈവർമാർക്കുള്ള വേക്കൻസികളുണ്ട് ഒത്തിരി. നമ്മൾ ഈ സീക്ക് ഇന്ത്യയുടെ എന്ന് പറയുന്ന വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഒരു വേജും ഉണ്ട്, നല്ലൊരു സാലറിയും ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയാലും മതി നമുക്ക് ആ ജോബിന്. പിന്നെ നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ജോബ്സും കുറേ അവൈലബിൾ ആണ്. മെഡിക്കൽ റിലേറ്റഡ് ജോബ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കറായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കറിൻ്റെ നമുക്കിപ്പോൾ ഗ്രൂപ്പ് ഹോംസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏജൻസികളൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടുകളിൽ പോയിട്ട് ജസ്റ്റ് ഡൊമസ്റ്റിക് സപ്പോർട്ടോ അവരെ പുറത്തു കൊണ്ടുപോകാനൊക്കെ ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന ജോബാണ് ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കർ. അവർ ഓക്കെ ആയിരിക്കും, ജസ്റ്റ് നമുക്കൊരു ചെറിയ സപ്പോർട്ടാണ്. അതിന് നല്ല പൈസയാണ് ഇവിടെ. ചിലപ്പോൾ അവരെ പേഴ്സണൽ കെയറും എന്താ പറയുക ഡൊമസ്റ്റിക് സർവീസും അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ പുറത്ത് കൊണ്ടുപോകാനും അതൊക്കെ കാണത്തുള്ളൂ. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് അവർക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. ഇതിന് വേണ്ട സർട്ടിഫിക്കറ്റ് നമ്മളൊരു ഡിസബിലിറ്റി കോഴ്സ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇതും ഒരു 3 to 4 months കോഴ്സ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിന് നമ്മളിവരെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ അതിനും നമ്മൾ ഓസ്ട്രേലിയൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കർ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിലും ഉണ്ട്. അപ്പം നമുക്ക് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കറായിട്ടും പോകാൻ പറ്റും. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഹോമുകളിൽ നമുക്ക് സപ്പോർട്ട് വർക്കറായിട്ട് പോവാം. അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് ഏജ്ഡ് കെയർ സർട്ടിഫിക്കറ്റ് ഏജ്ഡ് കെയറിൽ വേണം. മറ്റേത് സർട്ടിഫിക്കറ്റ് 3 ഡിസബിലിറ്റി സപ്പോർട്ട് വർക്കർ വേണം. നമ്മൾ നഴ്സിംഗ് ഹോമിലാണ് വേണ്ടെങ്കിൽ ഏജ്ഡ് കെയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഏജ്ഡ് കെയറിൽ പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റും മാറി മാറി ഷിഫ്റ്റുകൾ കിട്ടും, വീക്കെൻഡൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റും വീക്കെൻഡും അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സ് അങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ പൈസ വേറെയാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് പിള്ളേരെയൊക്കെ നോക്കാനുണ്ടെങ്കിൽ ഡേ ടൈമിൽ നമ്മൾ പിള്ളേരെ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുവാണെങ്കിലും നമുക്കിപ്പോൾ നൈറ്റ് മാത്രം പോവുകയാണെങ്കിലും അത്യാവശ്യം പാർട്ട്നേഴ്സിനും നമുക്കും ഡിപ്പെൻഡൻസിനും കൂടെ ഫാമിലിയായിട്ടുള്ള എന്താ പറയുന്നത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ പലരും വിചാരിക്കും നമ്മൾ വന്നു കഴിഞ്ഞാൽ ഡിസബിലിറ്റി വർക്ക് അല്ലെ കെയർ ഹോമിലൊക്കെ പോകുന്നത് എന്താണ് മോശമാണ്. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർ പോകുന്നൊരു ജോബാണ്. കാരണം നേഴ്സുമാരെ പോലെ നൈറ്റൊക്കെ നല്ല വേജസ് ഉള്ളൊരു ജോബാണ് ഈ ഡിസബിലിറ്റി വർക്കർ ജോബും പിന്നെ ഈ കെയർ വർക്കറും. ഞാൻ എന്താ നേരത്തെ പറയാമെന്ന് വെച്ചാൽ ചില നഴ്സിംഗ് കെയർ ഹോമിലൊക്കെ നമുക്ക് UK സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, UK ഏജ്ഡ് കെയർ സർട്ടിഫിക്കറ്റ്. പക്ഷേ എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ഡിപ്പെൻഡ്സ് ഓൺ അവരുടെ നീഡ് അനുസരിച്ച് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ തന്നെ കോഴ്സ് ഓഫർ ചെയ്ത് നമുക്ക് ജോബ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അവർ ജോബ് ക്രൈറ്റീരിയ ഒക്കെ പറയുമ്പോൾ ആദ്യം അവർ പറയും സർട്ടിഫിക്കറ്റ് ഇത് വേണമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നിർബന്ധമില്ല, അത് നിങ്ങളെ എടുക്കാൻ ഞങ്ങൾ സഹായിക്കുമെന്ന് പറയുന്ന കെയർ ഹോമുകളും ഉണ്ട്. പിന്നെ വേറൊരു മെഡിക്കൽ റിലേറ്റഡ് ജോബാണ് CSSD ടെക്നീഷ്യൻ. ഇതിന് നമ്മളൊരു കോഴ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ CSSD ടെക്നീഷ്യനായിട്ട് ജോബ് കിട്ടും. അപ്പോൾ CSSD ടെക്നീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന പണിയാണ്. അതും ടഫയിൽ അതിൻ്റെ ഒരു കോഴ്സ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സും നമുക്ക് കിട്ടും. അതിനും അത്യാവശ്യം സാലറി ഉള്ള ജോബ്സാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടഫയിൽ നമുക്ക് ഓസ്ട്രേലിയ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് നമ്മൾ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. പിന്നെ ഇതിന് ഫീസും ഉണ്ട്, അതിൻ്റെ എത്ര എന്നൊക്കെ അവർക്ക് അറിയത്തുള്ളൂ. PR വന്നവർക്ക് എന്തൊക്കെയോ കോഴ്സിന് ചില ഇളവുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് ടഫയിൽ അന്വേഷിക്കുകയോ നിങ്ങളൊരു റൂറൽ ഏരിയയിലോ റീജിയണൽ ഏരിയയിൽ വന്നാൽ PR വിസയ്ക്കാണ് വന്നെങ്കിൽ നമുക്ക് അന്വേഷിച്ച് നോക്കാൻ മനസ്സിലായി ഏതൊക്കെ കോഴ്സിനാണ് ഉള്ളതെന്ന്. അതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല, പക്ഷെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം.
പിന്നെ നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ വേറെ എന്താ ജോബ്സ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്ററിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് പോവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിലിറ്റി. കാറ്ററിംഗ് അസിസ്റ്റൻ്റ് ഒക്കെ മോസ്റ്റ്ലി ഇവിടെയുള്ള ആൾക്കാരാണ് പോകുന്നത്. എന്നാലും നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു ജോബാണ് വാർഡ് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ജോബ്. അതും നിങ്ങൾ അപ്ലൈ ചെയ്ത് കെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടഫേ കോഴ്സസ് പറഞ്ഞല്ലോ, അപ്പോൾ അത് നമുക്ക് ഫുൾ ടൈം ആയിട്ടും പഠിക്കാം അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടും പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സ് പതുക്കെ കൊണ്ട് ചെയ്ത് തീർത്താൽ മതി. പിന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, നമുക്കൊരു എൻറോൾഡ് നേഴ്സ് ആവാൻ വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. അതൊരു 18 months കോഴ്സാണ്. അപ്പോൾ ആർക്കെങ്കിലും ഒരു നഴ്സിംഗ് ഫീൽഡിലോട്ട് നമ്മുടെ ഡിപ്പെൻഡൻസിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എൻറോൾഡ് നേഴ്സ് പഠിക്കാം. അപ്പം ഈ 18 months ഒരു എൻറോൾഡ് നഴ്സിൻ്റെ എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ ലേറ്റർ നിങ്ങൾക്കൊരു ബാച്ചലർ ഓഫ് നഴ്സിംഗ് കൂടെ പഠിക്കാൻ പറ്റും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ഞാൻ എന്ത് ജോലിയാണ് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഒരു ഫ്ലീബോട്ടമിയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ആ കോഴ്സ് അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനുള്ള ജോബ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് അങ്ങനെ എനിക്കൊരു പത്തോളജി കളക്ടറായിട്ടുള്ള ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പം മുൻപ് ആർക്കെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് പത്തോളജി ഉണ്ടെങ്കിൽ ചിലപ്പം നമുക്കിടെ ലക്ക് അനുസരിച്ച് നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചും ഇവിടെ ജോബ് കിട്ടും. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു കോഴ്സ് ചെയ്യേണ്ടതോ ഇവിടുത്തെ പത്തോളജി കളക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പത്തോളജി കളക്ടറായിട്ട് ജോബ് കിട്ടും. അവർക്ക് അന്നേരം നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കുള്ള ലാബുകളും അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഓരോ ജോബും ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് കണ്ടായിരുന്നു, UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ യു കെയിൽ നിന്ന് നഴ്സസ് എന്തായാലും ഓസ്ട്രേലിയയിലോട്ട് പോകും. അവരുടെ ഡിപ്പെൻഡൻസ് എന്തായാലും ഒരു കെയർ വർക്കായിരിക്കും. അങ്ങനെയുള്ളവർ മാത്രമേ ഓസ്ട്രേലിയയിലോട്ട് പോകുന്നുള്ളൂ. അപ്പം കൂടിയ എഞ്ചിനീയർ ജോബ്സ് ഉള്ളവരൊന്നും ഓസ്ട്രേലിയയിലേക്ക് പോകുന്നില്ല. അപ്പം അവർക്ക് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഇതുപോലുള്ള പൊട്ട ധാരണകളായിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊന്നുമല്ല, ഓസ്ട്രേലിയയിലോട്ട് നമ്മൾ വരുന്ന UK അത് ഡിപ്പെൻസ് ഓൺ ദ പ്ലേസ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു റൂറൽ ഏരിയയിലോട്ടാണ് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു എന്താ പറയുന്നത് ഡിഗ്രി നമുക്കുണ്ടെങ്കിലും ചിലപ്പം ആ ജോബ് അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. സിറ്റീസിലോട്ട് പോയാൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ചും ഇവിടുത്തെ എന്തെങ്കിലും ഒരു കോഴ്സും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാലറി ഉണ്ടായിരിക്കും. IT ഫീൽഡിലൊക്കെ ആണെങ്കിൽ ഈ റൂറൽ ഏരിയ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തുന്നില്ല അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ കിട്ടുന്ന ജോബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലോ ചെറിയ ഓഫീസിലോ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷൻ ജോബ് അങ്ങനെയല്ലേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ സിറ്റി സൈഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിഡ്നി ആ സൈഡൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ IT ജോബ്സിനും അങ്ങനെയുള്ള ജോബ്സിനെല്ലാം ഒത്തിരി ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് ഓസ്ട്രേലിയ മെയിനായിട്ടും ജോലി കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സാണ് കോൾസ്, വൂൾവർത്ത് എന്നൊക്കെ പറയുന്നത്. അവിടെ നമുക്ക് ജോലി അപ്ലൈ ചെയ്യാം. പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ജോബ് കിട്ടും. നമുക്ക് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻസിലാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ജോബിന് പോകാൻ പറ്റും. നമ്മുടെ ടൈമും നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ ജോബിനും പോകാൻ പറ്റും. എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ. എല്ലാ വിസകൾക്ക് നമുക്ക് വർക്കിംഗ് അവേഴ്സ് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡായിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് 40 hours ഫോർനൈറ്റ് പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിപ്പെൻഡൻസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോബ് എത്ര വേണമെങ്കിലും ചെയ്യാം, ടൈം ലിമിറ്റേഷൻസ് ഇല്ല. ഇനി വേറെ എന്തൊക്കെ ജോബ് കിട്ടുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഏരിയയിലാണ് വരുന്നത്, അവിടുത്തെ ലോക്കൽ ട്രേഡിംഗ് ലോക്കൽ കമ്പനീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെയും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ജോബ് കിട്ടാനുള്ള അവസരമുണ്ട്. അത് ഏതൊക്കെ ജോബ്സാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മീറ്റ് പ്രോസസ്സിങ് യൂണിറ്റ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ അവിടുത്തെ പാക്കിങ്ങിന് പോവാം, അല്ലെങ്കിൽ വെയർ ഹൗസ് ജോബ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ജോബ്സിന് പോവാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കൺസെഷൻ ആണെങ്കിൽ കൺസെഷൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് വൈറ്റ് കാർഡ് എന്ന് പറയുന്നുണ്ട്. അതിനും നിങ്ങൾ ഈ കോഴ്സ് വൈറ്റ് കാർഡ് സർട്ടിഫിക്കറ്റ് അതെ വൈറ്റ് കാർഡ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിന് നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് കോഴ്സ് ചെയ്ത് മാത്രമേ അത് ഇലക്ട്രീഷ്യനും പ്ലംബേഴ്സിനും ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും ചെറിയൊരു സർട്ടിഫിക്കറ്റ് എന്തോ ഇവിടെ വേണമെന്ന് തോന്നുന്നു. വേണം. പിന്നെ എല്ലാവരും പറയുന്നതിൻ്റെ തൊട്ട് UK പോലെ ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല ഓസ്ട്രേലിയയിൽ. ഓസ്ട്രേലിയ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ഒരു ജോബ് കിട്ടത്തുള്ളൂ.
അപ്പം ഏതാ കിട്ടുന്ന ജോബെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആദ്യം പോവുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത് ഇതിലോട്ട് പതുക്കെ കിടക്കാം. അതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ട മെയിനായിട്ടും കാര്യങ്ങൾ ഇവിടെ. പിന്നെ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളതാണ് റെസ്റ്റോറൻറ്റുകൾ. ഇപ്പം നിങ്ങൾ വരുന്ന ഇവിടുത്തെ മുക്കിനും മൂലയിലും മക്ഡൊണാൾഡ്സും KFCയും അതുപോലെ തന്നെ ലോക്കൽ ടീ ഷോപ്സും ലോക്കൽ കേക്ക് ഷോപ്സും ലോക്കൽ ഹോട്ടൽസും ഈവൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും വരെ ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ ഷെഫ് ഫീൽഡിൽ നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ജോബ്സിൽ നമുക്ക് പോകാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ മെയിനായിട്ട് അവർ സ്റ്റുഡൻസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് സ്റ്റുഡൻസിനുള്ള മിനിമം വേജസ് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് അവർ സ്റ്റുഡൻസിനെ വെച്ച് മാനേജ് ചെയ്യും. അത് നമ്മളെ എടുക്കുവാണെങ്കിൽ നമുക്കത് ഫുൾ വേജസ് കൊടുക്കേണ്ടി വരും അഡൾട്ടിൻ്റെ. അതെ. അപ്പോൾ കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നത് സ്റ്റുഡൻസിനെ എടുക്കാനാണ് നമ്മളുടെ ഈ ഏരിയയിൽ, റൂറൽ ഏരിയയിൽ. പക്ഷെ സിറ്റീസിൽ പോയാൽ നല്ല തിരക്കായതുകൊണ്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അവിടെ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ജോബ്സ്. അതുപോലെ തന്നെ വൈറ്റ് കോളർ ജോബ്സ് മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അതായിരിക്കാം, അവർ പഠിച്ച കോഴ്സ് അതായിരിക്കാം. അപ്പോൾ ചിലപ്പം മാസ്റ്റേഴ്സ് ഒക്കെ ഉള്ളവർ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അവർ ഈ ഫീൽഡിലോട്ട് പോകാനായിട്ട്. അപ്പം ഈ റൂറൽ ഏരിയയിലൊക്കെ വന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയ നിങ്ങൾ വരണമെന്നുണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ പാർട്ട്ണറിന് നല്ലൊരു ജോബുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും അങ്ങനെ കിട്ടണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ റൂറലൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ജോബിന് നിങ്ങൾ പോവുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ നിങ്ങൾ മാറി കഴിഞ്ഞിട്ട് സിറ്റിയിലോട്ട് എല്ലാ വൈറ്റ് കോളർ ജോബ്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് റൂറൽ ഏരിയ താമസിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സിറ്റിയിലോട്ടൊന്നും ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇല്ല. നമ്മുടെ സ്വന്തം വണ്ടി വേണം. എല്ലാ ദിവസവും 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് വേണം ഒരു സിറ്റിയിലോട്ട് പോകണം. അത് എല്ലാ ദിവസവും പോകുമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സംഭവമല്ല, അല്ലേ? അപ്പം വൈറ്റ് കോളർ ജോബ്സ് ഉള്ളവർക്കും ജോബ് ചെയ്യാം. പക്ഷെ അതിന് ചിലപ്പോൾ അത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കും. ചിലപ്പോൾ നമ്മുടെ ലക്കിന് കിട്ടിയില്ല എന്നും വരാം റൂറൽ ഏരിയയിൽ വരുമ്പോൾ. പക്ഷെ സിറ്റിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് UK എന്നൊക്കെ ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നവരെല്ലാവരും ഫീമെയിൽസ് ആണല്ലോ. അപ്പം ഗേൾസ് ആയിരിക്കും നഴ്സസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ ഡിപ്പെൻഡൻസ് എന്തായാലും പാർട്ട്നേഴ്സിനാണല്ലോ നമ്മളിപ്പോൾ ജോബിന്റെ കാര്യം പറയുന്നത്. അപ്പം ഇപ്പോൾ നമ്മളാ വരുന്നെങ്കിലോ, ലേഡീസാ വരുന്നെങ്കിൽ മെയിനായിട്ടും ഞാൻ പറയുന്നത് കെയർ ഹോം തന്നെയാണ്. ഇവിടെ വന്നിട്ട് ആ ഒരു കോഴ്സ് ചെയ്യുക. കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരിക്കലും പറഞ്ഞതിനോട്ട് റിഗ്രറ്റ് ആകത്തില്ല. കെയർ ഹോമിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് ഇരിക്കത്തില്ല. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ചിലപ്പം എന്താ പറയുന്നത് ഓഫീസ് ജോബ്സ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷനിലൊക്കെ റിസപ്ഷൻ ആയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയും ജോബ്സ് കോഴ്സിലൊക്കെ അങ്ങനെയും പോകാൻ പറ്റും. അതെ, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാൻ പറ്റും. പിന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളൊരു ഡിഗ്രി ഉള്ള ആളോ ഡിഗ്രി ഇല്ലാത്ത ആളോ ആണെങ്കിലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഒരു റൂറൽ ഏരിയയിൽ വന്നാലും നിങ്ങൾക്ക് ജോബ് എന്തായാലും ഉറപ്പാണ്. പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വൈറ്റ് കോളർ ജോബ് ആയിരിക്കണം എന്നില്ല. ഏതെങ്കിലും ഒരു ജോബ് അവൈലബിൾ ആണ് എല്ലാവർക്കും. അപ്പം ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ രണ്ടുപേരും വർക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അത് എന്താണ് ഡിപ്പെൻഡൻസിൻ്റെ ഇവിടെ വന്നുള്ള ജോലി സാധ്യതയെ കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.